തമിഴിന്റെ ജീവിതം. മലയാളിയുടെ ജീവൻ. ഇതിൽ ഏതിനാണ് മൂല്യക്കൂടുതലുള്ളത്? ഇത്തരമൊരു ചോദ്യവുമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ, അല്ലേ? ഡാമിനോളം പ്രായമുള്ള ഒരു തമിഴനോ മലയാളിയോ ഇരു സംസ്ഥാനത്തുമില്ല. മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ പ്രായമുള്ള ആരും ഈ ഭൂമിയിൽ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് സത്യം. 1887 ആരംഭിക്കുകയും 1895 നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ഡാമിന് ഇന്ന് 129 വയസ്സുണ്ട്. ജാതകവശാൽ 50 വർഷത്തെ ആയുസാണ് സാങ്കേതിക വിദഗ്ധർ ഡാമിന് നൽകിയിട്ടുള്ളത്. നല്ല ഇടിയുണ്ട് ഈ സംസാരിക്കുമ്പോൾ. എങ്കിലും നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളികളുടെ ജീവൻ കാത്തും തമിഴരുടെ ജീവിതം സംരക്ഷിച്ചും അത് മുല്ലയാറിലെയും പെരിയാറിലെയും ജലത്തെ തടുത്തുകൂട്ടി ഇന്നും ഇങ്ങനെ അങ്ങ് കഴിയുന്നു. മാനേജ്മെന്റ് കോട്ടയിലോ സംവരണ സംബന്ധിയായിട്ടുള്ള ഇളവുകൾ നൽകുന്ന ആനുകൂല്യത്തിലോ ഏതെങ്കിലും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അഭ്യാസം കഴിഞ്ഞിറങ്ങിയ ആരുമായിരുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ പിതാവ്. ജാതിയും മതവുമല്ലാതെ ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസ സംവരണത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാവുന്ന റോയൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ജോൺ പെനിക്വിക് എന്ന മലയാളി അല്ലാത്ത മനുഷ്യനാണ് ഈ മുല്ലപ്പെരിയാർ ഡാം രൂപകൽപ്പന ചെയ്തതും അതിന്റെ നിർമ്മാണ ചുമതലയും മേൽനോട്ടവുമൊക്കെ വഹിച്ചതും. ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരുടെ സഹായത്തോടുകൂടി വെറും 8 വർഷം കൊണ്ട് പൂർത്തീകരിച്ച ഈ ഡാമിന്റെ ദീർഘായുസിന് പിന്നിലുള്ള രഹസ്യവും അതുതന്നെയാണ്. അതായത് ജോൺ പെനിക്വിക്കിന്റെ താതത്വം. അതാണ് സത്യം. ഈശ്വര, എന്താ ഇടി! അപായ സാധ്യതയിലും ഈ ഡാം ആശ്വാസമാകുന്നത് എങ്ങനെയെന്നാണ് പറയാൻ വന്നത്. അതായത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിക്കുന്നതിന് മുന്നേ മുല്ലപ്പെരിയാർ ഡാം യാഥാർത്ഥ്യമായി. അല്ലെങ്കിൽ ഹരിത നവ കേരളത്തിലല്ല, പുരാതന കേരളത്തിലാണ് ഈ ഡാമിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതാണ് മഹാഭാഗ്യമായത്. ഇന്നും ഈ നിലയിൽ ആ ഡാം ഇങ്ങനെ തുടരുന്നതിന് പിന്നിലുള്ള ശക്തിയും വാസ്തവത്തിൽ അതാണ്. എന്നിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് തന്നെ ആണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആരും വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അനുഭവിച്ചറിയുകയും അറിഞ്ഞു പഠിക്കുകയും ചെയ്തതുവഴി ലഭിക്കുന്ന ബോധ്യങ്ങളിൽ നിന്നാണ് പോങ്ങൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അപാരമായ നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ സാങ്കേതിക വിദ്യ സഹായിക്കുന്ന ഇക്കാലത്ത് പോലും കമ്മീഷൻ തീനികളായിട്ടുള്ള കേരളീയ ജനസേവന വ്യവസായികളുടെ പ്രിയത്തിന് ഇരപ്പെട്ടവരും ലാഭക്കുതിയരുമായിട്ടുള്ള സ്വാർത്ഥബുദ്ധർ പണി കഴിപ്പിക്കുന്നതൊക്കെ അതിവേഗം ഉപയോഗശൂന്യമാവുന്ന കാഴ്ച പോങ്ങൻ കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്. വളരെ ചെറിയ 2-3 ഉദാഹരണങ്ങൾ പോങ്ങൻ പറയാം. അതിന് ഇടി സമ്മതിക്കുമോ എന്നുള്ള കാര്യമാണ്. ഈശ്വര. എന്തായാലും ഈ കൈവിഷബാധയേറ്റ പോലെ പാലത്തോട് ആസക്തി കാണിക്കുന്ന ഒരുവൻ സ്ത്രീധനമായി തനിക്ക് കിട്ടിയിട്ടുള്ള മന്ത്രിപ്പണിയുടെ മറവിൽ കരയിലും കടലിലും ആകാശത്തുമൊക്കെ പാലം പണിതു വയ്ക്കുന്നത് നമ്മൾ അടുത്തിടെ കാണുന്നുണ്ടല്ലോ, അല്ലേ? അനന്തപുരിയിൽ കുട്ടികൾക്കായി ഒരു പാർക്കുണ്ട്. അവിടെ ആകാശ നടത്തം ലക്ഷ്യമിട്ട് ഒരു കണ്ണാടി പാലം പണിതു. 1.20 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. ഒരു ഗ്ലാസിന്റെ ഒരു പാളിയിൽ ഉണ്ടായ ഒരു സ്ക്രാച്ചാണ്. അതിനാൽ പൊട്ടിയ ഗ്ലാസിന് പകരമായി പുതിയ ഗ്ലാസിന് ഓർഡർ നൽകിയിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റി. കണ്ണാടിപ്പാലം കൊണ്ട് ഈ നാടിനുണ്ടായിട്ടുള്ള ഏക ലാഭം ധനനഷ്ടം മാത്രമാണ്. അതുപോലെ കടൽ നടത്തം ലക്ഷ്യമിട്ട് തിരക്കുമേലെ പാലം പണിത് വലിയ ആഘോഷമായി അതും ഉദ്ഘാടിച്ചു. സഞ്ചാരികൾക്കായി ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ പൂർത്തിയായി. കരയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ നീളത്തിലാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കോംബോ ഓഫർ ഒക്കെ ഉണ്ട്. 4 ആക്ടിവിറ്റീസും കൂടെ വന്നിട്ട് 1020 റേറ്റ്. ഇങ്ങനെ നടന്നു പോയി വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരുക്ക. ഇത് നല്ലൊരു അനുഭവമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. വർഷത്തോട് വർഷം കഴിഞ്ഞില്ല, തിരപ്പാലം തകർന്നു, ഉപയോഗശൂന്യമായി. കടലിൽ വീണവർ ധാരാളം ഉപ്പുവെള്ളം കുടിച്ചെങ്കിലും ജീവനോടെ കരകയറി. അതവരുടെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നുള്ളത് കാലം പറയട്ടെ. തിരപ്പാലം കൊണ്ടും ഈ നാടിനുണ്ടായിട്ടുള്ള ഏകലാഭം ധനനഷ്ടം മാത്രമാണ്.
ഇതൊക്കെ പണിയിപ്പിച്ചവരുടെയും പണിതവരുടെയും കീശ കാശുകൊണ്ട് കവിയുകയും അവർക്കൊക്കെ കനത്ത നിലയിലുള്ള ദാരിദ്ര്യ നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നതാണ് ഈ പദ്ധതികളുടെയൊക്കെ മറ്റൊരു ദൂഷ്യവശം. അതുപോലെ പെരുമണലിൽ പണിത പാലം രണ്ടറ്റവും കൂട്ടിമുട്ടാതെ സുന്നത്തപ്പെട്ട പരുവത്തിൽ ആകാശത്ത് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായി. പിന്നെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം മനുഷ്യർക്ക്. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഒരുപക്ഷെ അവ തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ നൽകാതെ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാവാം അത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ് നമ്മുടെ പെരുമ്പളം. 10,000-കണക്കിന് മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് മാതൃമണ്ണിലേക്ക് വരാൻ ഒരു പാലം കെട്ടാൻ തുടങ്ങിയിട്ടും വർഷം 8ആയി. 100 കോടി രൂപയാണ് പാലം പണിക്കായി അനുവദിച്ചിട്ടുള്ളത്. പതിവ് പോലെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് പറയപ്പെടുന്ന കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി പക്ഷെ 8 കൊല്ലമായിട്ടും പാലം കരതൊട്ടില്ല. 8 കൊല്ലങ്ങൾ. ഇപ്പോൾ പൊട്ടുമെന്ന് പലരും പറയുമ്പോഴും ഇപ്പോഴും പൊട്ടാതെ ഞെട്ടലായി നിൽക്കുന്ന ആ ഡാമിന്റെ പണി തീർത്തത് വെറും 8 കൊല്ലം കൊണ്ടാണെന്നും ഓർക്കണം. അതും 129 വർഷം മുൻപ്. ആനകളുടെ കരുത്തും കഴുതകളുടെ ഭാരവാഹന ശേഷിയുമൊക്കെ വിലപ്പെട്ട സാങ്കേതിക വിദ്യകളായി കണ്ടിരുന്ന കാലത്താണ് അങ്ങനെ ഒരു കൂറ്റൻ നിർമ്മിതി അവിടെ സംഭവിച്ചത്. ഒന്നോർക്കണം, ഊരാകെ പടർന്നാളി കൊള്ളയടിച്ച് കൊഴുക്കുന്ന ഈ കെട്ട കമ്മികാലത്തായിരുന്നു ആ ഡാമിന്റെ നിർമ്മിതിയെങ്കിൽ, അതിന്റെ നിർമ്മാണ ചുമതല ഊരാളി കൊള്ളക്കാർക്കായിരുന്നു എങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ വന്നാൽ നമുക്ക് 2 കാര്യങ്ങൾ സംശയത്തോടു കൂടി ആലോചിക്കാനും ഒരു കാര്യം നിസ്സംശയം ഉറപ്പിക്കാനും കഴിയും. ആലോചിക്കാൻ കഴിയുന്നവ ഇവയാണ്. 1, കമ്മികുലം പണി കഴിപ്പിക്കുന്ന ആ ഡാമിന് എത്ര മാസത്തെ ആയുസ്സുണ്ടാവും? 2, ചാപിള്ളയായെങ്കിലും ആ ഡാം ജനിക്കുമോ? ഇനി നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഊരാളി കൊള്ളക്കാരുടെ 10 തലമുറയ്ക്ക് പ്രതാപത്തോടുകൂടി സുഖിച്ചു വാഴാൻ കഴിയുന്ന പരുവത്തിൽ ആ പദ്ധതി തുക വകമാറിപ്പോകും. ഉറപ്പ് കട്ടായം. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. കുറച്ചധികം ആലോചിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അതായത് മുല്ലപ്പെരിയാർ ഡാം ഞാൻ ഒന്ന് ആലോചിച്ചിട്ടേ നാളെ തന്നെ ഇത് പറയാം. വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അല്പം ആസ്വദിച്ച് പറയാനുണ്ട്. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി കാരണം ബന്ധപ്പെട്ട് പരിശോധിച്ച ഈ കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത്. വീട്ടില് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ നല്ലത്. ഭയം എന്ന് പറയുന്ന വികാരം, അതിനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നാളെ പറയാം, ഉറപ്പായിട്ട് നാളെ പറയാം. ദയവായിട്ട് നിങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ്സും സഹാനുഭൂതിയും സഹനശേഷിയും സദ്ബുദ്ധിയും സഹകരണഭാവവും കാണിച്ചാൽ മാത്രം മതി. അങ്ങനെ കാണിക്കണേ എന്ന് വളരെ എളിമയോടുകൂടി ഒരു യാചനാസ്വരത്തിൽ പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും പോകനത് നാളെ പറയാം. ഒന്ന് കേൾക്കാൻ വരണേ നിങ്ങളെല്ലാവരും. വളരെ സന്തോഷം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട്, പിന്നെയും ആംബുലൻസ് പോകുന്നു, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്.